ഹലോ കൂട്ടുകാരെ, ക്ലാസ് 9 ഗണിതത്തിലെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് ഗുണന സമവാക്യങ്ങൾ എന്ന 4-ാം ചാപ്റ്ററിലെ 12-ാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ടോപ്പിക് 4 വ്യത്യാസ ഗുണനം, മൾട്ടിപ്ലിക്കേഷൻ വിത്ത് എ ഡിഫറൻസ്. അതിലെ പേജ് 80-ലുള്ള 4 ചോദ്യങ്ങളും അവയുടെ പൂർണ്ണമായ ഉത്തരങ്ങളുമാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആദ്യ ചോദ്യം, ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്ററും പരപ്പളവ് 70 ചതുരശ്ര സെന്റിമീറ്ററുമാണ്. നീളവും വീതിയും ഇതിനേക്കാൾ 3 സെന്റിമീറ്റർ കുറവായ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ നമുക്ക് 2 ചതുരങ്ങളുണ്ട്, പഴയ ചതുരവും പുതിയ ചതുരവും. ഓക്കെ, അപ്പോൾ പഴയ ചതുരത്തിന്റെ നീളം x എന്നും വീതി y എന്നും കരുതുക. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ ചതുരത്തിന്റെ എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പഴയ ചതുരത്തിന്റെ നീളം x എന്നും വീതി y എന്നും കരുതുക. ലെറ്റ് x and y be the length and breadth of the rectangle. അപ്പോൾ ഈ ഇളം നീല നിറത്തിലുള്ള ചതുരമാണ് നമ്മുടെ ആദ്യ ചതുരം. ഇനി ഇതിന്റെ ചുറ്റളവ് 40 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് പെരിമീറ്റർ 40 ആണ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ? അപ്പോൾ ചുറ്റളവ്, അതായത് പെരിമീറ്റർ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അത് 40 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എക്സ് പ്ലസ് വൈ 40/2 20 എന്ന് കിട്ടും. ഓക്കെ, ശരിയാണല്ലോ. ഇനി എന്ത് പറയുന്നുണ്ട്? ആ ചതുരത്തിന്റെ പരപ്പളവ്, ഏരിയ 70 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. ഈ ചതുരത്തിന്റെ ഏരിയ എന്താണ്? എക്സ് ഇൻറ്റു വൈ, നീളം ഇൻറ്റു വൈ. അപ്പോൾ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ സമം എക്സ് ഇൻറ്റു വൈ, അത് 70 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ചതുരത്തിൽ നിന്നും 3 സെന്റിമീറ്റർ നീളവും വീതിയും കുറവായ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കുക. അപ്പോൾ നമ്മുടെ പുതിയ ചതുരത്തിന്റെ നീളം ഇപ്പോൾ ഉള്ളതിനേക്കാൾ 3 കുറവ്, അപ്പോൾ x - 3, വീതി 3 കുറവ് y - 3. പുതിയ ചതുരത്തിന്റെ പരപ്പളവ്, അതായത് ഏരിയ എന്തായിരിക്കും? x - 3 ഇൻറ്റു y - 3. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ x - 3 ഇൻറ്റു y - 3, അത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതെങ്ങനെയാണ്? ഇവയുടെ ഗുണിതം, പ്രൊഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. എന്നിട്ട് എന്ത് ചെയ്യണം? മൈനസ്, ഇവിടെ എന്താണുള്ളത് അത്, -3 ഇൻറ്റു ഇവയുടെ തുക പ്ലസ് ഇതിന്റെ സ്ക്വയർ, വർഗം, 3 സ്ക്വയർ. അപ്പൊ നമുക്കിത്
xy മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 9 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. ചെയ്തു നോക്കുന്ന സമയത്ത് എങ്ങനെയാണ്? എക്സ് മൈനസ് 3 ഇൻറ്റു വൈ മൈനസ് 3 സമം എക്സ് വൈ പ്ലസും മൈനസും ഗുണിക്കുമ്പോൾ മൈനസ് 3x മൈനസ് 3ഉം പ്ലസ് വൈയും അപ്പോൾ മൈനസ് 3y മൈനസ് 3ഉം മൈനസ് 3ഉം ഗുണിക്കുമ്പോൾ പ്ലസ് 9. അപ്പം നമുക്കിത് എക്സ് വൈ ഇതിൽ രണ്ടിലും മൈനസ് 3 ഉണ്ട്. അതുകൊണ്ട് മൈനസ് 3 ഇൻറ്റു ഇവിടെ ഇനി ബാക്കി എക്സ് ഇവിടെ നമുക്ക് മൈനസ് പുറത്തെടുത്തു. അതുകൊണ്ട് പ്ലസ് വൈ പ്ലസ് 9 അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നമുക്കിനി ഇവിടെ നോക്കൂ. എക്സ് മൈനസ് 3 ഇൻറ്റു വൈ മൈനസ് 3 സമം എക്സ് വൈ മൈനസ് 3 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 9. ഇനി ഇവിടെ എക്സ് വൈ 70 മൈനസ് 3 ഇൻറ്റു തുക എക്സ് പ്ലസ് വൈ 20 പ്ലസ് 9. അപ്പോൾ 70 മൈനസ് 3 ഇൻറ്റു 20 60 പ്ലസ് 9. അപ്പൊ ഇവിടെ 10 പ്ലസ് 9 19 ചതുരശ്ര സെന്റിമീറ്റർ, അതായത് 19 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ട് പുതിയ ചതുരത്തിന്റെ പരപ്പളവ് 19 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഓക്കെ, 3 സെന്റിമീറ്റർ കുറവായ ചതുരത്തിന്റെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ വിത്ത് ഈച്ച് സൈഡ് 3 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ പുതിയ ചതുരത്തിന്റെ പരപ്പളവ് 19 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 1 മീറ്റർ വീതം കുറച്ചാൽ പരപ്പളവ് 741 ചതുരശ്ര മീറ്റർ ആകും. 1 മീറ്റർ വീതം കൂട്ടിയാൽ 861 ചതുരശ്ര മീറ്ററും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ചിത്രം ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇവിടെ ഒരു ചതുരം, അതിന്റെ നീളം എക്സും വീതി വൈയുമാണെന്ന് എടുക്കുക. ഓക്കെ, അതായത് ലെങ്ത് എക്സും ബ്രെഡ്ത്ത് വൈയുമാണെന്ന് എടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഡോട്ടായി കാണിച്ച ചതുരം റെക്റ്റാങ്കിൾ, അതിന്റെ നീളം എക്സും അതുപോലെ ഇതിന്റെ വീതി വൈയുമാണ്. ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നീളവും വീതിയും 1 മീറ്റർ വീതം കുറയ്ക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ചതുരത്തിൽ നിന്നും 1 മീറ്റർ ആയ നീളം കട്ട് ചെയ്ത് കളയാണ്. അപ്പൊ നമുക്ക് ഇവിടെ 1, ഇതെന്തായിരിക്കും? എക്സ് മൈനസ് 1. അപ്പൊ ഇത് കൂട്ടിയാൽ എക്സ് കിട്ടും. ഇനി വീതിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? 1 മീറ്റർ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതാണ് 1, ബാക്കി y മൈനസ് 1. അപ്പോൾ ഈ ചുവന്ന ചതുരമാണ് ഏത്? നീളവും വീതിയും 1 മീറ്റർ വീതം കുറച്ച ചതുരം. അപ്പോൾ ഈ ചതുരത്തിന്റെ പരപ്പളവ് ഏരിയ 741 തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പരപ്പളവ് 741 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 741 എന്നല്ലേ? അതെ. അതുകൊണ്ട് നമുക്ക് ആദ്യം അതൊന്ന് എഴുതി വെക്കാം. അപ്പൊ ഇവിടെ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 സമം 741 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒന്ന് വിപുലീകരിച്ച് എഴുതാം, എക്സ്പാൻഡ് ചെയ്യാം. അപ്പോ ഇത് നമ്മൾക്ക് എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 അതെന്ന് പറഞ്ഞാൽ ഗുണിക്കുക മൈനസ് ഇവയുടെ തുക എക്സ് പ്ലസ് വൈ പിന്നെ പ്ലസ് 1 ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. നല്ലത് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് എക്സ് ഇൻറ്റു വൈ, എക്സും മൈനസ് 1ഉം, അപ്പോ മൈനസ് എക്സ്, മൈനസ് 1ഉം വൈയും മൈനസ് വൈ, മൈനസ് 1ഉം മൈനസ് 1ഉം പ്ലസ് 1 സമം 741. ഇനി ഇവിടെ എക്സ് വൈ, ഇത് രണ്ടിൽ നിന്നും മൈനസ് പുറത്തേക്കെടുത്താൽ ഇവിടെ എക്സ് പ്ലസ് വൈ സമം ഈ 1 അങ്ങോട്ട് കൊണ്ടുപോയാൽ 741 മൈനസ് 1, അതായത് 740. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ സമം 740 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ ഭാഗം നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ എക്സ് മീറ്റർ നീളവും വൈ മീറ്റർ വീതിയുമുള്ള ഒരു ചതുരമുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നീളവും വീതിയും ഓരോ മീറ്റർ കൂട്ടണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? നീളം ഒന്ന് കൂട്ടുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് എക്സ്. ഓക്കെ, ഇവിടെ നീളം 1 കൂട്ടുകയാണ്. അപ്പോൾ ഇത് മൊത്തം എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ഭാഗം y ആണ്. y കൂടി നമ്മൾ എന്ത് ചെയ്യുക? 1 കൂട്ടുന്നു. അപ്പൊ നമുക്ക് മൊത്തം y പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ ഈ പച്ച സമചതുരം അതിന്റെ നീളം എക്സ് പ്ലസ് 1ഉം വീതി y പ്ലസ് 1ഉമാണ്. ഓക്കെ, ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? 1 മീറ്റർ വീതം കൂട്ടിയാൽ പരപ്പളവ് ഏരിയ 861 ആയിട്ട് മാറും. അപ്പോൾ ഈ പച്ച ചതുരം അതിന്റെ ഏരിയയാണ് 861. അപ്പോൾ ഇവിടെ എന്താണ്? ഇതിന്റെ നീളം എക്സ് പ്ലസ് 1 ആണ്, വീതി y പ്ലസ് 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെഴുതാം? അത് 861 ആണ്. എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 സമം 861. ഓക്കെ, ഇതെങ്ങനെ എഴുതാം? എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് വൈ പ്ലസ് 1 ഇൻറ്റു പ്ലസ് 1 പ്ലസ് 1 സമം 861. അപ്പൊ നമുക്കിവിടെ എക്സ് വൈ പ്ലസ് ഇത് ഒരുമിച്ച് എഴുതാം. ഓക്കെ, ഇങ്ങനെ തുക സമം 861 മൈനസ് 1, അത് നമുക്ക് 860 എന്ന് കിട്ടും. അതായത് നമുക്ക് ഇവിടെ എക്സ് വൈ
പ്ലസ് എക്സിന്റെയും വൈയുടെയും തുക സമം 860. ഓക്കെ, ഇത് രണ്ടും നമുക്ക് സമവാക്യങ്ങളായി എഴുതാം. ഇക്വേഷൻ 1, ഇക്വേഷൻ 2. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ബാക്കി ചോദ്യം വായിക്കാം. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? അതായത് ഒറിജിനൽ ചതുരത്തിന്റെ പരപ്പളവാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നീളം എക്സും വീതി വൈയുമാണെങ്കിൽ പരപ്പളവ് എത്രയായിരിക്കും? എക്സ് ഇൻറ്റു വൈ അല്ലേ പരപ്പളവ്? നീളം ഇൻറ്റു വീതി. അപ്പൊ നമുക്ക് എക്സ് ഇൻറ്റു വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. നീളം പ്ലസ് വീതി ഇൻറ്റു 2. മൂന്നാമത്തെ ഭാഗം എന്താണ്? നീളവും വീതിയും എത്രയാണ്? ലെങ്ത്സ് ഓഫ് ഇറ്റ് സൈഡ്സ്. എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിക്കണം, പിന്നെ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കണം, പിന്നെ എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. ഇനി ഇവിടെ നമുക്ക് 2 സമവാക്യങ്ങളുണ്ടല്ലോ. ഈ 2 സമവാക്യങ്ങളെയും ഒന്ന് കൂട്ടി നോക്കൂ. സമവാക്യം 1 പ്ലസ് 2. അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെ ഇതുകൊണ്ട് കൂട്ടുമ്പോൾ 1ഉം 1ഉം 2, 2xy. ഇനി ഇവയെ കൂട്ടുമ്പോൾ ഇത് ഒരെണ്ണം മൈനസും മറ്റേത് പ്ലസുമാണ്. ഇവയെ കൂട്ടുമ്പോൾ അത് ക്യാൻസൽ ആയി പോയി. ഓക്കെ, അപ്പോൾ ഇത് സമം 0, 6, 4, 10, 9, 7, 16, 1600. ഇതിൽ നിന്നും xy എന്ത് കിട്ടും? 1600/2, 800 എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്നതാണ് നീളം ഇൻറ്റു വീതി, അതായത് 800. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ചതുരത്തിന്റെ പരപ്പളവ് 800 എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എക്സ് ഇൻറ്റു വൈ 800 എന്ന് കിട്ടി. അത് ഞാനിവിടെ എഴുതി വെച്ചു. ഇനി നമുക്ക് വീണ്ടും ആ സമവാക്യങ്ങൾ നോക്കാം. ആ സമവാക്യങ്ങൾ ഞാൻ ഒന്നുകൂടി എടുത്തെഴുതാം. എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ സമം 740. എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ സമം 860. ഓക്കെ, ഇനി കൂട്ടുകാരെ നമുക്ക് ഇവിടെ സമവാക്യം 2ലെ വലതുവശം സമവാക്യം 1നേക്കാൾ വലുതാണ്. അതിൽ നിന്നും സമവാക്യം 1 കുറച്ചാൽ എന്ത് കിട്ടുമെന്ന് നോക്കൂ. സമവാക്യം 2ൽ നിന്നും സമവാക്യം 1 കുറയ്ക്കുകയാണ്. അപ്പൊ ഇവിടെ എക്സ് വൈ മൈനസ് എക്സ് വൈ അത് ക്യാൻസൽ ആയി പോയി. ഇനി ഇവിടെ എന്താ ഉള്ളത്? എക്സ് പ്ലസ് വൈ മൈനസ് മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ആ ഇവിടെ ശ്രദ്ധിക്കൂ, എക്സ് പ്ലസ് വൈ
മൈനസ്, ഇനി ഇവിടെ നോക്കുക, ഇത് മൈനസ് എക്സ് പ്ലസ് വൈ ആണ്. മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ. ശ്രദ്ധിക്കുക, ഇവിടെ ഈ മൈനസ് മൈനസ് എന്ന് പറയുന്നത് എന്താണ്? ഗുണനമാണ്. അപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം. 860 മൈനസ്, ഇവിടെ വേറെ ചിഹ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് 740. ഇനി ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് വൈ മൈനസ് മൈനസ്, ഇതെന്താണ്? -1 ഗുണിക്കണം മൈനസ് എക്സ് പ്ലസ് വൈ എന്നാണ്. ഇത് ഗുണിക്കുമ്പോൾ മൈനസും മൈനസും പ്ലസ്, ഇത് എക്സ് പ്ലസ് വൈ സമം, ഇത് കുറച്ചാൽ 120 അല്ലേ? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ എന്താണ്? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, 120. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഒരു കാര്യം ശ്രദ്ധിക്കൂ, ഈ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്? നീളം പ്ലസ് വീതി ഇൻറ്റു 2, അതാണ് നമ്മുടെ ചുറ്റളവ്. അപ്പൊ ചുറ്റളവ് എത്ര കിട്ടും? 120 മീറ്റർ. പരപ്പളവ് 800 ചതുരശ്ര മീറ്റർ അല്ലെങ്കിൽ മീറ്റർ സ്ക്വയർ എന്ന് എഴുതണം. ഓക്കെ. അപ്പൊ ചുറ്റളവ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, അത് 120 ആണ്. ക്ലിയർ ആണല്ലോ? ഇതിൽ നിന്ന് നമുക്ക് എക്സ് പ്ലസ് വൈ എന്തെഴുതാം? അതുകൂടി എഴുതി വെക്കാം. 120/2 60. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈനെ 60 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി കൂട്ടുകാരെ, നമുക്കിനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നീളവും വീതിയും കൂടി കണ്ടുപിടിക്കാനുണ്ട്. അതായത് എക്സും വൈയും കണ്ടുപിടിക്കണം. അത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇവിടെ ഇത് ഞാൻ സമവാക്യം 3 എന്നും 4 എന്നും എഴുതാം വെറുതെ. 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 800ഉം കൂട്ടുമ്പോൾ 60ഉം കിട്ടണം. സംഖ്യകൾ ഏതൊക്കെ? അപ്പൊ നമുക്കിത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാന്നറിയോ? ഇവിടെ ഇപ്പോ പൂജ്യങ്ങളാണല്ലോ, അപ്പൊ ഇത് 8, ഇത് 6 അല്ലേ? 2 സംഖ്യകൾ കൂട്ടിയാൽ 6ഉം ഗുണിച്ചാൽ 8ഉം കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാ നോക്കൂ. 6 ആണ് വേണ്ടത്. അപ്പൊ 6ന്റെ ഘടകങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഫാക്ടേഴ്സ് നോക്കിയാൽ മതി. 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1, 6, 2, 4, സോറി, 6ന്റെ ഫാക്ടേഴ്സ് അല്ല നോക്കേണ്ടത്, തെറ്റിപ്പോയി. 8ന്റെ ഫാക്ടേഴ്സ് ആണ് നോക്കേണ്ടത്. ഗുണനം 8 ആണ്. സോറി കേട്ടോ, ഞാനതേ ഗുണനം വരുന്നത് എക്സ് വൈ 800. അപ്പോൾ അവിടെ എങ്ങനെ 8 ആണ്. 8ന്റെ ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ 1ഉം 8ഉം, അതുപോലെ 2ഉം 4ഉം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഘടകങ്ങളിൽ ഏതൊക്കെ കൂട്ടിയാലാണ് 6 കിട്ടുന്നത്? ഇത് കൂട്ടിയാൽ 6 കിട്ടും. അതായത് സംഖ്യകൾ ഞാൻ 20ഉം 40ഉം എടുക്കുകയാണെങ്കിൽ, കാരണം ഇവിടെ 2 പൂജ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. 20ഉം 40ഉം, ഇത് കൂട്ടിയാൽ നമുക്ക് 60 കിട്ടും, ഗുണിച്ചാൽ 800 കിട്ടും. അപ്പൊ നമ്മുടെ സംഖ്യകൾ 20ഉം 40ഉമാണ്. ഇതിൽ ഒരെണ്ണം എക്സും ഒരെണ്ണം വൈയും എടുക്കാം. ഓക്കെ. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് എക്സിന് 20 എന്ന് കൊടുക്കാം, വൈക്ക് 40 എന്ന് കൊടുക്കാം. പക്ഷേ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പവഴി, വേറെ മെത്തേഡ് നോക്കാം. അതിനു വേണ്ടി നമ്മൾ ഒരു കാര്യം അറിയണം. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത്
x minus y whole square equal to x plus y whole square minus 4xy. ഇത് ഓർത്ത് വെക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഓർക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇത് വെച്ച് ഇതിനെ കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് x മൈനസ് വൈ ഹോൾ സ്ക്വയർ സമം, ഇവിടെ എക്സ് പ്ലസ് വൈ എത്രയാണ് 60, 60ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ, എക്സ് വൈ 800 നമുക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 6ന്റെ വർഗം സ്ക്വയർ 36, പിന്നെ 60ൻ്റെയാണ് വേണ്ടത്, അതുകൊണ്ട് 2 പൂജ്യം വരും. 60 ഇൻറ്റു 60, അപ്പോൾ 2 പൂജ്യം 6 6 36 മൈനസ് 8 4 32 2 പൂജ്യം 400. അപ്പൊ ഇവിടെ എക്സ് മൈനസ് വൈയുടെ വർഗം സ്ക്വയർ ആണ് 400. അപ്പോൾ എക്സ് മൈനസ് വൈ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 400. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 20 എന്ന് കിട്ടും. കാരണം ഇതിനെ നമുക്ക് 4 ഇൻറ്റു 100 എന്ന് എഴുതാം. 400നെ സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇൻറ്റു 100, 4ന്റെ റൂട്ട് 2 ഇൻറ്റു 100ന്റെ റൂട്ട് 10, അപ്പോൾ 20 എന്ന് കിട്ടും. ഓക്കെ, അത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ 20 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക 60ഉം വ്യത്യാസം 20ഉമാണെങ്കിൽ സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ ഇതിലെ വലിയ സംഖ്യ x ആണ്. ആ x എന്ന് പറയുന്നത് തുക, ഈ രണ്ടിന്റെയും തുകകളുടെ പകുതി. 60 പ്ലസ് 20 80/2 40. y എന്ന് പറയുന്നത് ആ തുക വ്യത്യാസം, ഇവയുടെ വ്യത്യാസത്തിന്റെ പകുതി. 60 മൈനസ് 20/2, അപ്പൊ 40/2 20. ഓക്കെ, നേരത്തെ നമുക്ക് കിട്ടിയത് എന്താണ്? 40 20 എന്നല്ലേ കിട്ടിയത്? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് വൈ 20 എന്നും എക്സ് പ്ലസ് വൈ 60 എന്നും ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടുക. ഇത് രണ്ടും കൂട്ടുന്ന സമയത്ത് 2x മൈനസ് വൈയും പ്ലസ് വൈയും ക്യാൻസൽ ആയി പോയി. 20 പ്ലസ് 60 80 എന്ന് കിട്ടും. ഇതിൽ നിന്നും x സമം 80/2 40 എന്ന് എഴുതാം. ഓക്കെ, ഇതിനൊരു സമവാക്യ നമ്പർ കൊടുക്കാം, 5 6. ഓക്കെ, സമവാക്യം 5 സമവാക്യം 6. എന്നിട്ട് നമുക്ക് സമവാക്യം 5 പ്ലസ് സമവാക്യം 6, ഇക്വേഷൻ 5 + 6. അപ്പോൾ എക്സും എക്സും കൂട്ടുന്നു, മൈനസ് വൈയും പ്ലസ് വൈയും ക്യാൻസൽ ആയി പോയി. 20ഉം 60ഉം 80, അപ്പോൾ എക്സ് 2x 80 എന്ന് കിട്ടി. എക്സ് 80/2 40 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 6ല് എക്സിന് 40 കൊടുത്താൽ 40 പ്ലസ് വൈ സമം 60. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നും y സമം 60 മൈനസ് 40 20 എന്ന് കിട്ടും. ഇതാണ് ഉത്തരം. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ നീളം 20 ആണെങ്കിൽ വീതി 40 ആയിരിക്കും,
അല്ലെങ്കിൽ തിരിച്ചും പറയാം. നീളം 40 ആണെങ്കിൽ വീതി 20. ഓക്കെ. അപ്പോൾ ചതുരത്തിന്റെ പരപ്പളവ് 800 മീറ്റർ സ്ക്വയർ, ചതുരശ്ര മീറ്റർ, ചുറ്റളവ് 120 മീറ്റർ. ഇനി നീളം 40, വീതി 20, അല്ലെങ്കിൽ തിരിച്ചും പറയാം. ഏതായാലും കുഴപ്പമില്ല. നീളം 20 ആവുകയാണെങ്കിൽ വീതി 40, അല്ലെങ്കിൽ നീളം 40 ആവുകയാണെങ്കിൽ വീതി 20. ഓക്കെ. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി കാണും. അതൊന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഒറിജിനൽ യഥാർത്ഥ ചതുരത്തിന്റെ നീളം എക്സും വീതി വൈയും എന്നിരിക്കട്ടെ. ലെറ്റ് സൈഡ്സ് ബി എക്സ് ആൻഡ് വൈ. ഇനി ഓരോ മീറ്റർ കുറച്ചാൽ ബൈ റെഡ്യൂസിങ് 1 മീറ്റർ നമുക്ക് നീളം എക്സ് മൈനസ് 1, വീതി വൈ മൈനസ് 1, അതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1. ഇത് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഗുണനം എക്സ് വൈ മൈനസ് ബ്രാക്കറ്റിൽ തുക എക്സ് പ്ലസ് വൈ പ്ലസ് 1 സമം 741 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്നും എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ, ഇത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ -1 740 എന്ന് കിട്ടും. ഓക്കെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1, സമവാക്യം 1. ഇനി നീളവും വീതിയും ഓരോന്ന് കൂട്ടിയാൽ പുതിയ നീളം എക്സ് പ്ലസ് 1, പുതിയ വീതി വൈ പ്ലസ് 1. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ആ ചതുരത്തിന്റെ ഏരിയ, പരപ്പളവ് 861. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 സമം 861. അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 സമം 861. അതിൽ നിന്നും ഇനി എന്താണ്? ഇത് ഇവയുടെ ഗുണനം പ്ലസ് ഇവയുടെ തുക എക്സ് പ്ലസ് വൈ പ്ലസ് 1 ഇൻറ്റു 1 1. അപ്പോൾ ഇതിൽ നിന്നും എക്സ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് 1 സമം 861. അപ്പോൾ ഈ 1 അങ്ങോട്ടേക്ക് പോയി പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ -1 860 എന്ന് കിട്ടും. ഇത് നമുക്ക് സമവാക്യം 2 എന്ന് എഴുതാം. ഇനി ഈ രണ്ട് ഇക്വേഷൻസും താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂട്ടിയാൽ ഈ എക്സ് പ്ലസ് വൈ ക്യാൻസൽ ആയി പോവും. ഒരെണ്ണത്തിൽ മൈനസും മറ്റേ പ്ലസും ആണ്. കൂട്ടിയാൽ ക്യാൻസൽ ആയി പോവും. അപ്പൊ ഇത് 2xy സമം 1600 എന്ന് കിട്ടും. ഇതിൽ നിന്നും xy സമം 800 എന്ന് കിട്ടും. xy എന്ന് പറഞ്ഞാൽ അത് x ഇൻറ്റു y എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ രണ്ട് സമവാക്യങ്ങളും ഒന്ന് കുറച്ചു നോക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ സമവാക്യം 2-ൽ 860ഉം സമവാക്യം 1-ൽ 740ഉമാണ്. സമവാക്യം 2-ൽ നിന്നും സമവാക്യം 1 കുറച്ചാൽ, അതിനേക്കാൾ നല്ല വഴിയുണ്ട്. എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ മറന്നുപോയി. ഇവിടെ നമുക്ക് എക്സ് വൈ 800 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സമവാക്യം 2-ൽ കൊടുക്കുക. എക്സ് വൈ സമം 800 എന്ന് ഇക്വേഷൻ 2-ൽ കൊടുത്താൽ 800 പ്ലസ് എക്സ് പ്ലസ് വൈ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 800 പ്ലസ് എക്സ് പ്ലസ് വൈ സമം 860 എന്ന് കിട്ടും. ഇതിൽ നിന്നും എക്സ് പ്ലസ് വൈ സമം 860 മൈനസ് 800 60 എന്ന് കിട്ടും. അതാണ് എളുപ്പം. ഓക്കെ. അപ്പൊ നമുക്ക് എന്താണ്? നീളം പ്ലസ് വീതി 60 എന്ന് കിട്ടി. ഇതിന്റെ 2 മടങ്ങ്. ഓക്കെ, അതായത് ട്വൈസ് ദ സം ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അതാണല്ലോ നമ്മുടെ പെരിമീറ്റർ. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം 2 ഇൻറ്റു 60 120 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ. ഇനി നമുക്ക് തുക 60ഉം രണ്ട് സംഖ്യകളുടെ തുക 60ഉം അവയുടെ
പ്രൊഡക്റ്റ് ഗുണനഫലം 800 ആണെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാം. അത് മനക്കണക്കായി ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് 8 ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 × 4 8 ആണ്. 2ഉം 4ഉം കൂട്ടിയാൽ 6 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ സംഖ്യകളുടെ കൂടെ ഓരോ 0 കൂടി ചേർത്തു. അപ്പോൾ 20ഉം 40ഉം 20ഉം 40ഉം കൂട്ടിയാൽ 60, 20ഉം 40ഉം ഗുണിച്ചാൽ 800. മനക്കണക്കായി അങ്ങനെ ചെയ്യാം. അപ്പം നമുക്ക് x 40 മീറ്റർ, y 20 മീറ്റർ. വലുത് നമ്മൾ x ആയി എടുത്തു. ഓക്കെ. ഇനി അതല്ല, നമുക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഫോർമുല, സമവാക്യം ഉപയോഗിക്കാം. എന്തായിരുന്നു അത്? നമുക്കറിയാവുന്ന ഫോർമുല x - y² സമം x + y² മൈനസ് 4xy. ഇതിൽ x + y 60 ആണ് എന്നും x × y ഗുണനം 800 ആണെന്നും നമുക്ക് അറിയാം. അപ്പോൾ അത് ഇതിൽ കൊടുത്താൽ x - y² സമം 60² മൈനസ് 4 × 800. 60ന്റെ വർഗം 3600. 6 6 36, 2 0 മൈനസ് 4 8 32, 2 0. അപ്പോൾ ഇത് 3600-ൽ നിന്നും 3200 കുറച്ചാൽ 400. അപ്പോൾ x - y സമം √400. അതായത് √400-നെ √4 × 100 ഇത് ഒരുമിച്ച് എഴുതാം. അതായത് √4 × √100. √4 2 ആണെന്നറിയാം, √100 10 ആണെന്നറിയാം. അപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടും. ഓക്കെ. ഇനി തുക നമുക്ക് 60 എന്നും വ്യത്യാസം 20 എന്നും കിട്ടി. അത് രണ്ടും ഒന്ന് കൂട്ടി നോക്കൂ. രണ്ടും കൂട്ടുന്ന സമയത്ത് എക്സും എക്സും കൂട്ടിയാൽ 2x, വൈയും -y ക്യാൻസൽ ആയി പോയി, സമം 60 + 20 80. അപ്പോൾ 2x 80 എന്ന് കിട്ടും. അതിൽ നിന്നും x 40 എന്ന് കിട്ടി. ഇനി x 40 എന്ന് ഇതിൽ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 40 + y സമം 60. അതിൽ നിന്നും y സമം 60 - 40 20 എന്ന് കിട്ടും. അപ്പോൾ ചതുരത്തിന്റെ നീളം 40 മീറ്റർ എന്നും വീതി 20 മീറ്റർ എന്നും കിട്ടും. ഓക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. ഓക്കെ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം. രണ്ടു സംഖ്യകൾ ഓരോന്നിനോടും 1 കൂട്ടി ഗുണിച്ചപ്പോൾ 1271ഉം 1 കുറച്ച് ഗുണിച്ചപ്പോൾ 1130ഉം കിട്ടി. ഗുണനഫലം തുക സംഖ്യകൾ കണ്ടെത്തുക. രണ്ടു സംഖ്യകൾ x, y ഓരോന്നിനോടും 1 കൂട്ടി ഗുണിച്ചപ്പോൾ, 1 കൂട്ടുക, x + 1 y + 1 എന്നിട്ട് ഗുണിക്കുന്നു. അപ്പോൾ x + 1 × y + 1 സമം 1271. 1 കുറച്ച് ഗുണിച്ചപ്പോൾ, 1 കുറച്ച് ഗുണിക്കണമെങ്കിൽ x - 1 × y - 1 അത് 1131 എന്ന് കിട്ടി. നമുക്കിനി എന്തൊക്കെ കണ്ടുപിടിക്കണം? ഗുണനഫലം x × y കണ്ടുപിടിക്കണം, തുക സം x + y കണ്ടുപിടിക്കണം, സംഖ്യകൾ നമ്പേഴ്സ് x, y കണ്ടുപിടിക്കണം. ഇത് നമ്മൾ ചെയ്ത ചോദ്യം 2മായി ഒരു ബന്ധമില്ലേ? അപ്പൊ നമുക്കിത് ഡീറ്റെയിൽ ആയി ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇവിടെ എളുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പോ x + 1 × y + 1, x + 1 × y + 1 സമം എത്രയാണ്?
1271. ഓക്കെ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? എക്സ് വൈ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് 1 ഇൻറ്റു വൈ പ്ലസ് വൈ 1 ഇൻറ്റു 1 പ്ലസ് 1 സമം 1271. അപ്പോൾ എക്സ് വൈ ഇത് രണ്ടും തുകയായിട്ട് എഴുതാം. പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഒന്നിനെ അങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ, 1 അങ്ങോട്ട് പോകുമ്പോൾ 1271 മൈനസ് 1 സമം 1270. അത് നമുക്ക് ഇവിടെ എക്സ് വൈ പ്ലസ് വൈ സമം 1270. ഇത് സമവാക്യം 1. ഇനി നമുക്ക് ഇവിടെ നോക്കൂ, എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 സമം 1131. എക്സ് മൈനസ് 1 ഇൻറ്റു വൈ മൈനസ് 1 സമം 1131 അല്ലേ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? എക്സ് ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ് മൈനസ് 1 ഇൻറ്റു പ്ലസ് വൈ മൈനസ് വൈ മൈനസ് 1 മൈനസ് 1 പ്ലസ് 1 സമം 1131. അപ്പൊ ഇവിടെ എക്സ് വൈ ഈ മൈനസ് പൊതുവായി എഴുതുമ്പോൾ ഇവിടെ ഇനി ബാക്കി എക്സ്, ഇവിടെ ബാക്കി പ്ലസ് വൈ. ഈ ഒന്നിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 1131 മൈനസ് 1 സമം 1130. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? എക്സ് വൈ മൈനസ് ബ്രാക്കറ്റിലെ എക്സ് പ്ലസ് വൈ സമം 1130. സമവാക്യം 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് സമവാക്യങ്ങളും കൂട്ടാം. സമവാക്യം 1 പ്ലസ് 2. ഇതും ഇതും ഇവിടെ 1 ഇവിടെ 1. അപ്പോ 1 കൂട്ടിയാൽ 2xy. ഇനി ഇതും തുല്യമാണ്. ഇത് പ്ലസ് 1 മൈനസ് 1 ഇവ കൂട്ടിയാൽ ക്യാൻസൽ ആയി പോയി. സമം 1270 പ്ലസ് 1130. അതെത്രയാ? 70 30 100. അപ്പൊ 1300 1400 1400 2400. ഓക്കെ, അപ്പൊ നമുക്കിതിൽ നിന്നും എക്സ് വൈ സമം 2400/2 1200 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ എക്സ് വൈ സമം 1200. ഇതിനെ സമവാക്യം 3 എന്ന് എഴുതാം. അപ്പോൾ എന്താ കിട്ടിയത്? ഗുണനഫലം 1200. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 1200 എന്ന് കിട്ടി. എക്സ് വൈ. ഇനി സമവാക്യം 1 സമവാക്യം 2 അതിൽ നമുക്ക് എന്ത് ചെയ്യാം? സമവാക്യം 1 നിന്നും സമവാക്യം 2 കുറച്ചാലോ? അപ്പൊ ഞാൻ ഇവിടെ എഴുതാം അത് കേട്ടോ. സമവാക്യം 1 മൈനസ് സമവാക്യം 2 എന്ന് പറയുമ്പോൾ എക്സ് വൈ മൈനസ് എക്സ് വൈ
കുറയ്ക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഇടണം. അപ്പോൾ എക്സ് വൈയും മൈനസ് എക്സ് വൈയും ക്യാൻസലായി പോയി. ഇനി ഇവിടെ നമുക്കുള്ളത് പ്ലസ് എക്സ് പ്ലസ് വൈ മൈനസ് മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ആ മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ പ്ലസും പ്ലസും രണ്ട് പ്ലസ് അല്ലെ, സോറി, പ്ലസ് എക്സ് പ്ലസ് വൈയും ഇത് മൈനസ് മൈനസ് എക്സ് പ്ലസ് വൈ ആവും. അപ്പോൾ ഇവിടെ ഒരു എക്സ് പ്ലസ് വൈ, ഇവിടെയും 1 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ അത് കൂട്ടുമ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം 1-ൽ നിന്ന് 2 കുറയ്ക്കുന്നു, 1270 മൈനസ് 1130. അപ്പോൾ നമുക്ക് ഇതെത്ര കിട്ടും? 041. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ 140 എന്ന് കിട്ടും. അതിൽ നിന്നും എക്സ് പ്ലസ് വൈ സമം 140/2 70 എന്ന് കിട്ടും. ഓക്കെ, അതും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അല്ലേ? തുക കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുക 70 എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി സംഖ്യകളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം 12 ഗുണനം 2 സംഖ്യകൾ ഗുണിക്കുമ്പോൾ 12 കിട്ടണം, കൂട്ടുമ്പോൾ 7 കിട്ടണം. അപ്പോൾ 1 12 2 6, പക്ഷെ കൂട്ടിയാൽ 8 ആണ്. 3 4 3 4 12 3 4 7. ഓക്കെ. അപ്പോൾ ഇവിടെ 12 കിട്ടാൻ നമുക്ക് 3ഉം 4ഉം ആണ് വേണ്ടത്. ഇനി ഇതിൽ 2 പൂജ്യമാണല്ലോ, ഒരു 0 3-നും കൊടുക്കുക, ഒരു 0 4-നും കൊടുക്കുക. അപ്പോൾ അത് 30 40. ഇത് കൂട്ടിയാൽ എത്രയാ? 70 ഗുണിച്ചാൽ 1200. അപ്പോൾ സംഖ്യകൾ 30ഉം 40ഉം ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ചെയ്ത് നോക്കാം. കാരണം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതി പഠിച്ചാലല്ലേ നമുക്കത് പരീക്ഷയ്ക്കും എഴുതാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഗുണനഫലം എക്സ് വൈ 1200, എക്സ് പ്ലസ് വൈ 70. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട സമവാക്യം ഫോർമുല എന്താണ്? എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ. അപ്പം നമുക്കിവിടെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ 70, 70ൻ്റെ വർഗം മൈനസ് 4 ഇൻറ്റു 1200. 7 ഇൻറ്റു 7 49. ഇവിടെ ഒരു പൂജ്യമാണ്, അപ്പോൾ 2 പൂജ്യം മൈനസ് 4 ഇൻറ്റു 12 48 2 പൂജ്യം. അപ്പോൾ ഇവിടെ 100 എന്ന് കിട്ടി. ഇത് എളുപ്പമായി. ഇവിടെ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ അപ്പോൾ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ 100 എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്നും എക്സ് മൈനസ് വൈ എന്തായിരിക്കും? √100. അത് നമുക്കറിയാം 10 ആണെന്നറിയാം. അപ്പം നീ ഇവിടെ എന്തുണ്ട്? 2 സംഖ്യകളുടെ തുക 70, വ്യത്യാസം 10. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂട്ടുക. ഇതിന് എത്രയാ സമവാക്യം കൊടുക്കേണ്ടത്? സമവാക്യം നമ്പർ എത്രയാ? ഇവിടെ സമവാക്യം 3 എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. 4 എന്ന് കൊടുക്കുക അല്ലേ? സമവാക്യം 4 സമവാക്യം 5. ഇനി രണ്ടും കൂട്ടിയാൽ എക്സും എക്സും 2x പ്ലസ് വൈയും മൈനസ് വൈയും കൂട്ടിയാൽ ക്യാൻസലായി പോയി. 70ഉം 10ഉം 80. ഞാൻ സ്റ്റെപ്പ് കുറയ്ക്കുകയാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 80/2 40.
ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സമവാക്യം 4-ൽ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 40 പ്ലസ് വൈ 70 എന്നും y സമം 70 മൈനസ് 40 30 എന്നും കിട്ടും. അപ്പോൾ എക്സ് 40, y 30. ഓക്കെ, വലുതാണ് y എക്സ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചെഴുതിയെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. അത് എന്ത് ചെയ്യാം, വലുത് എക്സും ചെറുത് വൈയും ആയി എഴുതാം. 40 30. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ് 40, വൈ 40. സംഖ്യകൾ 40 30. ഇവയെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും നോക്കൂ. 4 3 12 2 2 0 1200. കറക്റ്റ്. കൂട്ടി നോക്കൂ. 40 പ്ലസ് 30 70. കറക്റ്റ്. ഓക്കെ, അതാ പറഞ്ഞത്, ഇതുപോലത്തെ ഒരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് വരും. 5 മാർക്ക് മുതൽ 6 മാർക്ക് വരെ. ഇനി കൂട്ടുകാരെ, നമുക്ക് 4-മത്തെയും അവസാനത്തെയും ചോദ്യം നോക്കാം. ഓക്കെ, ഇതിന്റെ വിശദീകരണമാണ്. ഇനി ഞാൻ പറയുന്നില്ല, കാരണം സമയം പോകും. ഇനി 4-മത്തെ ചോദ്യം. 4-മത്തെ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? 2 ഒറ്റ സംഖ്യകളിൽ ഓരോന്നിന്റെയും തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 285-ഉം തൊട്ടു പുറകിലുള്ളവയുടെ ഗുണനഫലം 165-ഉമാണ്. സംഖ്യകൾ കണ്ടെത്തുക. അപ്പൊ 2 ഓഡ് നമ്പേഴ്സ്, അത് നമുക്ക് എക്സും വൈയുമാണ് എന്നെടുക്കാം. സംഖ്യകൾ എക്സ് വൈ. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ഒറ്റസംഖ്യ ഏതൊക്കെയായിരിക്കും? എക്സ് പ്ലസ് 1 അല്ല. എക്സ് ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ എക്സ് പ്ലസ് 1 ഇരട്ട സംഖ്യയായിരിക്കും. അതിനോട് ഒന്നുകൂടി കൂട്ടണം. അപ്പൊ തൊട്ടടുത്ത ഒറ്റ സംഖ്യകൾ എക്സ് പ്ലസ് 2 വൈ പ്ലസ് 2 ആയിരിക്കും. ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത ഒറ്റ സംഖ്യകൾ എക്സ് പ്ലസ് 2 വൈ പ്ലസ് 2. അപ്പൊ നമ്പേഴ്സ് എക്സ് വൈ, then the next 2 odd numbers be x plus 2 and y plus 2. Previous 2 odd numbers അതെന്തായിരിക്കും? എക്സിൽ നിന്നും 1 കുറച്ചാൽ ഇരട്ട സംഖ്യയായിരിക്കും, ഈവൻ നമ്പർ ആയിരിക്കും. 2 കുറച്ചാൽ ഓഡ് സംഖ്യ, ഒറ്റ സംഖ്യ. അപ്പൊ എക്സ് മൈനസ് 2 വൈ മൈനസ് 2. തൊട്ടു പിറകിലുള്ളവ എക്സ് മൈനസ് 2 വൈ മൈനസ് 2. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ആഫ്റ്റർ, ഇത് ജസ്റ്റ് ബിഫോർ. ഓക്കെ, ഇവിടെ ഉണ്ട്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 285. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 285 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 285. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. തൊട്ട് പുറകിലുള്ളവയുടെ ഗുണനഫലം 165. എക്സ് മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2 സമം 165. എക്സ് മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2 സമം 165. ഓക്കെ, ഇവിടെ ഇത് ഒരേപോലെ പ്ലസ് 2 ആണ്, ഇതും പ്ലസ് 2 ആണ്. ഇവിടെ മൈനസ് 2 ആണ്, മൈനസ് 2 ആണ്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഈ 2 സംഖ്യകളുടെ ഗുണനഫലം, പിന്നെ ഇവിടെ പ്ലസ് ആ സംഖ്യ ഇൻറ്റു തുക പ്ലസ് ഈ സംഖ്യയുടെ വർഗം.
ഇതാണ് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യം. അപ്പോൾ അത് 285 എന്ന് കിട്ടും. അതേപോലെ ഇനി ഇവിടെ നോക്കൂ, ഇത് രണ്ടും ഒരേ സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ ഗുണനഫലം പ്രൊഡക്റ്റ് എക്സ് വൈ, ഇവിടെ -2, അപ്പം -2 ഇൻറ്റു ഇവയുടെ തുക -2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. ഇനിയുള്ളത് +2ന്റെ വർഗം, അല്ലെങ്കിൽ ഇത് 2 ഗുണിച്ചതായാലും മതി. -2 ഇൻറ്റു -2 +4, അങ്ങനെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സ് വൈ +2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, ഈ 4 ഇങ്ങോട്ട് പോയാൽ -4 281, അതാണ് സമവാക്യം 1. ഇനി ഇവിടെ നോക്കൂ, എക്സ് വൈ -2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, +4 അങ്ങോട്ട് പോയാൽ -4, അപ്പോൾ 161. ഇവിടെ നമുക്ക് 2 സമവാക്യങ്ങൾ കിട്ടി. ഇനി ഈ 2 സമവാക്യങ്ങൾ കൂട്ടിയാൽ ഇതിനോട് ഇത് കൂട്ടുന്നു, ഇത് തുല്യമാണ്. ഇവിടെ 1 1 1 കൂട്ടിയാൽ 2xy. ഇനി ഇവിടെ ഈ എക്സ് പ്ലസ് വൈയുടെ ഗുണകം കോഎഫിഷ്യന്റ് +2, ഇതിന്റെ ഗുണകം -2, വ്യത്യസ്ത ചിഹ്നം കൂട്ടിയാൽ ക്യാൻസൽ ആയി പോയി. സമം 281 + 161, 1 1 2, 8 6 14, അപ്പോൾ 3 1 4, 442. അതാണ് ഇവിടെ 2xy സമം 442 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിൽ നിന്നും xy 221 എന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? ഓക്കെ, നമ്മളോട് സംഖ്യ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ xy സമം 221. ഇനി സമവാക്യം 1-ൽ നിന്നും സമവാക്യം 2 ഒന്ന് കുറച്ചു നോക്കൂ. അപ്പൊ കുറയ്ക്കുന്ന സമയത്ത് xy ഇത് -xy ആയി മാറി, ക്യാൻസൽ ആയി പോയി. ഇനി ഇവിടെ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ -2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പൊ എന്ത് സംഭവിക്കും? മൈനസും മൈനസും പ്ലസ് ആവും. അപ്പൊ ഇവിടെ എന്ത് വന്നു? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോ ഇവിടെ 2, ഇവിടെയും 2, രണ്ടും രണ്ടും കൂട്ടിയാൽ 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സമം എന്താ നമ്മൾ ചെയ്യുന്നത്? സമവാക്യം 2-ൽ സമവാക്യം 1 - 2 ആണ് ചെയ്യുന്നത്. ഓക്കെ, സബ്ട്രാക്ട് 2 ഫ്രം 1, അതായത് ഇക്വേഷൻ 1 - 2. 281 161 കുറച്ചാൽ 0 2 1 120. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ 120 എന്ന് കിട്ടി. അപ്പൊ എക്സ് പ്ലസ് വൈ എന്ത് കിട്ടും? 120/4 30 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ 2 സംഖ്യകളുടെ ഗുണനഫലം പ്രൊഡക്റ്റ് 221, തുക 30. അങ്ങനെയാവുമ്പോൾ സംഖ്യകൾ 17ഉം 13ഉം ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ചെയ്തുതരാം. ഓക്കെ, മറ്റുള്ള സ്റ്റെപ്പുകളും ചെയ്യണോ? ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം മറ്റുള്ള സ്റ്റെപ്പുകളും ഞാൻ ചെയ്തു തരാം. അപ്പം നമുക്ക് ഇവിടെ ആദ്യം എക്സ് പ്ലസ് 2 ഇൻറ്റു വൈ പ്ലസ് 2 എത്രയാണ്? 285. ഇതാ. ഓക്കെ, ഇനി തൊട്ട് പുറകിലുള്ളവയുടെ ഗുണനഫലം 165. ഒറ്റ സംഖ്യകളാണ്.
അപ്പൊ നമുക്കിവിടെ എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2 സമം 165. ഞാൻ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. എക്സ് വൈ പ്ലസ് 2x പ്ലസ് 2y പ്ലസ് 2 ഇൻറ്റു 2 4 സമം 285. എക്സ് വൈ പ്ലസ് 2 പൊതുവായി എടുത്തു. ഇവിടെ എക്സ് പ്ലസ് വൈ സമം ഈ 4 ഇങ്ങോട്ട് പോയാൽ -4. 285 മൈനസ് 4. അപ്പം നമുക്ക് എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം 281 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ എക്സ് മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2, എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, എക്സ് ഇൻറ്റു മൈനസ് 2 മൈനസ് 2x, മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2y, മൈനസ് 2 മൈനസ് 2 പ്ലസ് 4 സമം 165. അപ്പോൾ എക്സ് വൈ ഇതിന്ന് രണ്ടെന്നും -2 പുറത്തെടുത്താൽ ഇവിടെ ഇനി ബാക്കി എക്സ് മൈനസ് പോന്നു. അപ്പോൾ ഇവിടെ ബാക്കി പ്ലസ് വൈ സമം 165 മൈനസ് 4 161. അപ്പോൾ നമുക്കിവിടെ എക്സ് വൈ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം 161 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ നമ്മൾ സമവാക്യം 1 എന്ന് കൊടുക്കുന്നു. ഇത് സമവാക്യം 2 എന്ന് കൊടുക്കുന്നു. സമവാക്യം 1ഉം 2ഉം കൂട്ടിയാൽ അപ്പോൾ ഇത് തുല്യമാണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ളത് 1ആണ്, ഇവിടെ 1ആണ്, കൂട്ടിയാൽ 2. ഇത് അതുപോലെ എഴുതുന്നു. ഇനി ഇതും ഒരേപോലെയാണ്. ഇത് +2 -2 ഇവ തമ്മിൽ കൂട്ടിയാൽ ക്യാൻസൽ ആയി പോവും. അപ്പം അത് വേണ്ട. സമം 281 പ്ലസ് 161. അപ്പം 2 8 6 14, 2 2 4, 442. ഓക്കെ, അപ്പം ഇതിൽ നിന്നും എക്സ് വൈ എന്ത് കിട്ടും? 442/2 221 എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ, ഇനി സമവാക്യം 1ൽ നിന്നും സമവാക്യം 1 മൈനസ് സമവാക്യം 2 ചെയ്ത് നോക്കിയാലോ? അപ്പൊ നമുക്കിവിടെ എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് വലിയൊരു ബ്രാക്കറ്റ് ഇടാം. എന്നിട്ട് എക്സ് വൈ മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഇടതുവശം സമം 281 മൈനസ് 161. അപ്പം നമുക്ക് ഇവിടെ എന്തെഴുതാം നോക്കൂ. എക്സ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ മൈനസ് എക്സ് വൈ മൈനസും മൈനസും പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. കാരണം ഇതിന് പൊതുവാണ് ഈ മൈനസ്. അപ്പം ഇതിനെടുത്തു കഴിഞ്ഞാൽ ഇതിനാവശ്യമില്ല. സമം എത്രയത്? 281 മൈനസ് 161 120. 1 1 പോയാൽ 0, 8 6 പോയാൽ 2, 2 1 പോയാൽ 1, 120. ഇതിൽ നിന്നും നമുക്ക് എക്സ് വൈയും മൈനസ് എക്സ് വൈയും ക്യാൻസൽ ആവും. അതായത് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പം 2ഉം 2ഉം കൂട്ടുമ്പോൾ 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം 120.
എക്സ് പ്ലസ് വൈ 120/4 30. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ഉപയോഗിക്കുന്നത്. നമുക്ക് ഇനി എക്സ് മൈനസ് വൈ കണ്ടെത്തണം. അതിനു വേണ്ടി എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ സമം എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഇത് ഓർത്ത് വെക്കണം. അപ്പം നമുക്ക് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ സമം ഇവിടെ തുക 30, 30ൻ്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 221. അപ്പം ഇത് 3ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 9, പിന്നെ ഒരു പൂജ്യത്തിന് പകരം സ്ക്വയർ എടുക്കുമ്പോൾ 2 പൂജ്യം മൈനസ് 4 ഇൻറ്റു 1 4, 4 ഇൻറ്റു 2 8, 4 ഇൻറ്റു 2 8, 884. അപ്പം നമുക്കിവിടെ 16 എന്ന് കിട്ടും. അപ്പോൾ എക്സ് മൈനസ് വൈ √16 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി എക്സ് പ്ലസ് വൈ 30ഉം എക്സ് മൈനസ് വൈ 4ഉം ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ എന്ത് കിട്ടും? ഇത് രണ്ടും കൂട്ടിയാൽ എക്സും എക്സും 2x, ഇത് ക്യാൻസലായി പോയി, 30ഉം 4ഉം 34. അപ്പം നമുക്ക് എക്സ് 34/2 17 എന്ന് കിട്ടും. ഇനി എക്സ് 17 ആണെങ്കിൽ 17 പ്ലസ് വൈ അതെത്രയാ? 30 ആണ്. അതിൽ നിന്നും വൈ 30 മൈനസ് 17 20 30 വൈ 13 എന്ന് കിട്ടും. അപ്പം എക്സ് 17 വൈ 13. ഓക്കെ, അപ്പം നമുക്ക് ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാ ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്. ഇത് ചെയ്ത് നോക്കി പഠിക്കണം, അല്ലാതെ കേട്ട് പഠിച്ചിട്ട് കാര്യമുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഫുൾ സ്റ്റെപ്പ് എഴുതി വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നാലാണ് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. കഴിയുന്നത്രയും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ 4 ചോദ്യങ്ങളിൽ നിന്നും ഒരെണ്ണം ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരെണ്ണം വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, അതിൻ്റെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ ദീർഘമേറിയ വീഡിയോയിൽ നമ്മൾ 4 നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് പിന്തുണയ്ക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഈ വീഡിയോ കണ്ട് പിന്തുണച്ച എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ലേണിംഗ് ആൻഡ് കീപ് ഗ്രോയിങ്. അടുത്ത സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.